2 കിലോ കോഴി പൊരിച്ച് ദമ്മിട്ടൊരു ബിരിയാണി അങ്ങ് ഉണ്ടാക്കാം. 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ചെറുനാരങ്ങയുടെ നീര്, 2 സ്പൂൺ മസാലപ്പൊടി എന്നിവ ചേർത്ത് ചിക്കൻ നന്നായി മിക്സ് ചെയ്ത് അരമണിക്കൂറോ 1 മണിക്കൂറോ ഫ്രിഡ്ജിൽ വെക്കാം. റൈസ് റെഡിയാക്കുന്ന പാത്രത്തിൽ 3 സ്പൂൺ നെയ്യൊഴിച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ് എന്നിവ ചേർത്ത് വെള്ളമൊഴിക്കാം. വെള്ളം അരിയെടുത്ത ഗ്ലാസിൻ്റെ ഇരട്ടിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 6 ഗ്ലാസ് അരിക്ക് 12 ഗ്ലാസ് വെള്ളവും 4 സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരമണിക്കൂർ കഴുകി മാറ്റി വെച്ചിരുന്ന ബസുമതി റൈസ് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്കൊരു പാത്രത്തിൽ 1 കിലോ സവാള ചെറുതായിട്ട് അരിഞ്ഞത് വറുത്ത് മാറ്റി വെക്കാം. അതേ എണ്ണയിൽ തന്നെ ചിക്കനും കൂടെ ഫ്രൈ ചെയ്ത് മാറ്റാം. ഇനി ദം ചെയ്യുന്ന പാത്രത്തിൽ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ്, 35 അല്ലി വെളുത്തുള്ളി, വലിയ കഷ്ണം ഇഞ്ചി, 10 പച്ചമുളക് എന്നിവ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്നതിനായി ഒന്നിളക്കി കൊടുക്കാം. ശേഷം അതിലേക്ക് പട്ട, ഗ്രാമ്പു, 6 തക്കാളി അരിഞ്ഞത് എന്നിവ ഇട്ടുകൊടുത്ത് ഇളക്കാം. തക്കാളി നന്നായി ഉടഞ്ഞു ചേർന്നതിന് ശേഷം അതിലേക്ക് സവാള ഫ്രൈ ചെയ്തത് പൊടിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർക്കാവുന്നതാണ്. 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 4 സ്പൂൺ മസാലപ്പൊടിയുമാണ് ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് ഫ്രൈ ചെയ്ത സവാള അരച്ചും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരു ബൗള് തൈരും കൂടെ ഒഴിച്ച് ഇളക്കി കൊടുക്കാം. 2 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് അടച്ച് വെച്ച് 2 മിനിറ്റ് വേവിച്ചതിന് ശേഷം പകുതി ചിക്കൻ എടുത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ചിക്കൻ്റെ മുകളിലേക്ക് റൈസ് വേവിച്ച് വെച്ചിരുന്നത് പകുതിയോളം ഇട്ട് കൊടുക്കാം. അതിന് മുകളിലേക്ക് മല്ലിയിലയും പുതിനയിലയും ഫ്രൈ ചെയ്ത് സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും ഗ്രേവിയുടെ കൂടെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായി ബാക്കി വന്ന ചിക്കനും കൂടെ വെച്ച് കൊടുക്കാം. വീണ്ടും അതിന് മുകളിൽ റൈസ് ഇട്ട് കൊടുക്കാം. പുതിനയിലയും മല്ലിയിലയും സവാള ഫ്രൈ ചെയ്തതും മുമ്പ് ഇട്ടതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഏറ്റവും അവസാനം അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നെയ്യിലിട്ട് ഫ്രൈ ചെയ്ത് വിതറിക്കൊടുത്ത് അടച്ച് വെച്ച് 10 മിനിറ്റ് ദം ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ദം ചെയ്യാൻ. സവാളയും ചിക്കനും ഫ്രൈ ചെയ്യാൻ സൺഫ്ലവർ ആണ് ഉപയോഗിക്കുന്നത്. ടേസ്റ്റി ബിരിയാണി റെഡി.